الله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ പരിശുദ്ധ ഖുർആനും പ്രവാചക ചര്യയും മുറുകെ പിടിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് എന്നെയും പിന്നീട് നിങ്ങളെയും ഞാൻ ഉപദേശിക്കുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചക സന്ദേശങ്ങളുടെ ചര്യയുടെ പഠനത്തിന്റെ ഭാഗമായ ചില കാര്യങ്ങളാണ് ഇന്നും പറയാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ പറഞ്ഞു വെച്ച പ്രവാചക ജീവിതത്തിന്റെ മഹിതമായ മാതൃകകൾ അതെവിധമാണ് നമ്മെ സ്വാധീനിക്കേണ്ടത് എന്നും ഏത് രീതിയിലാണ് ജനസമൂഹത്തിന് നാം അത് പകർന്നു കൊടുക്കേണ്ടത് എന്നും എങ്ങനെ പറഞ്ഞാലാണ് മനുഷ്യന്മാർക്ക് അത് മനസ്സിലാവുക എന്നുമൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രവാചകന്റെ തിരുശേഷിപ്പുകൾ എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിലുടനീളം ഇപ്പൊ നടക്കുന്ന ചർച്ച റസൂലിന്റെ തിരുശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട ഭൗതികമായ അവശിഷ്ടങ്ങളാണോ, പ്രവാചകൻ ബാക്കി വെച്ച വേറെ വല്ല അടയാളങ്ങളുമാണോ, എന്തിന്റെ പിന്നാലെയാണ് ഉമ്മത്ത് മുസ്ലിമ പോവേണ്ടത്, എന്തിനെയൊക്കെയാണ് മഹത്വപ്പെടുത്തേണ്ടത്, ഏതിനെയൊക്കെയാണ് ജീവിതത്തിൽ പ്രവാചകന്റെ അടയാളങ്ങളായി സൂക്ഷിക്കേണ്ടത് എന്നിടത്ത് വലിയ ചർച്ചകളും കോലാഹലങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഞാൻ പറയുന്നത്, എന്താണ് പ്രവാചകന്റെ അവശേഷിപ്പുകൾ എന്ന് പറയേണ്ടതും പ്രവാചകനാണല്ലോ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആനാണ്. നമ്മളല്ല തീരുമാനിക്കേണ്ടത്. എന്തായിരിക്കണം പ്രവാചകൻ മരണപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. ഒരു പ്രവാചകനും ഭൂമിയിൽ അനശ്വരനായി ജീവിച്ചിട്ടില്ല എന്നതിന് ചരിത്രം സാക്ഷിയാണ്, പരിശുദ്ധ ഖുർആൻ സാക്ഷിയാണ്. അതേ രീതിയിൽ തന്നെ 63-ാമത്തെ വയസ്സിൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ആ വഫാത്തായതും റബീഉൽ അവ്വലിൽ തന്നെയാണ്. അങ്ങനെ വഫാത്താകുമെന്ന് ഉറപ്പുള്ള റസൂല്, എന്റെ കാലശേഷം നിങ്ങൾ എന്റെ ശേഷിപ്പുകളായി എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം, എന്തിനെയൊക്കെ നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണം, ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതണം എന്നും റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഖുർആൻ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അതായിരിക്കണം യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ശേഷിപ്പുകൾ എന്ന രീതിയിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ടതും നാം ബഹുമാനിക്കുകയും ആദരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് വളരെ സുപരിചിതമായ ഒരു ഹദീസിലൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ കിതാബുല്ലാഹി വസുന്നത്തി റസൂലിഹി. ഞാനിതാ ഈ ഭൂമിയിൽ നിന്ന് വിടവാങ്ങുകയാണ്. അങ്ങനെ വിടവാങ്ങുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്റെ ശേഷിപ്പുകളായി ഞാൻ ഇവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ വിട്ടേച്ചു പോകുന്നുള്ളൂ. മൂന്നാമതൊന്നില്ല. മൂന്നാമതൊന്ന് തേടി നിങ്ങൾ അലയേണ്ടതില്ല. അങ്ങനെ ഒന്നും ഒരു പ്രവാചകന്റേതുമായി ഭൂമിയിൽ അവശേഷിക്കേണ്ടതില്ല എന്ന് അല്ലാഹു തീരുമാനിച്ചതാണ്. ലം തദില്ലു മാ തമസ്സക്തും ബിഹിമാ. ഞാൻ ഈ വിട്ടേച്ചു പോകുന്ന രണ്ട് കാര്യങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ പിന്നെ ഒരു തിരുശേഷിപ്പിന്റെയും ആവശ്യം നിങ്ങൾക്കില്ല, വേറെ ഒന്നിന്റെ ആവശ്യമില്ല. അതിലൊന്നാമത്തത് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥം ഒരു വ്യത്യാസവുമില്ലാതെ, വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കുമെന്ന് അല്ലാഹ് സാക്ഷ്യപ്പെടുത്തിയതാണ്. ഞാൻ അത് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. വസുന്നത്തി റസൂലിഹി, രണ്ടാമത്തത് ആ അല്ലാഹ് തന്നെ നിയോഗിച്ച ഞാനാകുന്ന പ്രവാചകൻ
ഈ പ്രവാചകത്വ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾക്ക് പകർന്നു തന്ന എന്റെ സുന്നത്ത്, ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം. എന്റെ ശേഷിപ്പുകളായി ഇത് രണ്ടും മാത്രമേ ദുനിയാവിൽ ഉണ്ടാകൂ, അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി അതിനെ പ്രയോഗവൽക്കരിച്ച ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്റെ മുമ്പിൽ. അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ. എന്റെ ചര്യ ഇവിടെയുണ്ട്. എന്റെ ചര്യ പിന്തുടർന്നുകൊണ്ട് ഭൂമിയിൽ ജീവിതം കാഴ്ചവെച്ച ഖുലഫാഉർ റാഷിദുകളായ എന്റെ അനുചരന്മാരുടെ ഒരു ജീവിത ചിത്രവും നിങ്ങളുടെ മുമ്പിലുണ്ട്. അൽ മഹ്ദിയീൻ, സന്മാർഗചാരികളായ മിൻ ബഅദി, എനിക്ക് ശേഷം ആ ചര്യ ഇവിടെയുണ്ട്. അതുകൊണ്ട് തമസ്സകൂ ബിഹാ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. വഅല്ലൂ അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ല് കൊണ്ട് നിങ്ങൾ അതിനെ അണച്ചു പിടിക്കണം, വിട്ടുകൊടുക്കരുത്, കടിച്ചു പിടിക്കണം അതിനെ. വഇയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, അങ്ങനെ പിടിക്കുന്ന കൂട്ടത്തിൽ പുറത്തുനിന്ന് കേറി വരാൻ സാധ്യതയുള്ള മുഹ്ദസാത്തുകൾ, ബിദ്അത്തുകൾ, പിന്നീട് കൂട്ടിച്ചേർക്കലുകൾ, ഒട്ടിച്ചു ചേർക്കലുകൾ, അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഫഇന്ന കുല്ല ബിദ്അത്തിൻ ളലാല, എന്തുകൊണ്ടെന്നാൽ എല്ലാ ബിദ്അത്തും വഴികേടിലേക്ക് നയിക്കുന്നതാണ്. ഖുർആനും സുന്നത്തും കാണിക്കാത്ത എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ നിങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗമല്ല, വഴികേടിന്റെ മാർഗമാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് തന്നെ നമ്മളെ പഠിപ്പിച്ചതാണ്. ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ട് ശേഷിപ്പുകളെ കുറിച്ചാണ്. അതിലൊന്ന് പരിശുദ്ധ ഖുർആൻ. ലോകത്തുള്ള എല്ലാ മുസ്ലിം സമൂഹത്തിലെ ആണും പെണ്ണും വിശ്വസിക്കുന്നു, ഒരു വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ മനുഷ്യ സമൂഹത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നസ്സല അഹ്സനൽ ഹദീസ്, ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ വൃത്താന്തം അള്ളാഹു ഇതാ നിങ്ങൾക്ക് അവതരിപ്പിച്ചിരിക്കുന്നു. കിതാബൻ മുതശാബിഹൻ, ഘടകങ്ങൾ ചേർന്ന് നിൽക്കുന്ന, മസാനിയ, പരസ്പരം അർത്ഥങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന, തഖ്ശഇറു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, ആ ഗ്രന്ഥം പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകള്, തഖ്ശഇറു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ അതിന്റെ പാരായണത്തിലൂടെയും പഠനത്തിലൂടെയും രോമാഞ്ചമുള്ളവരായി മാറും. സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ബിദിക്രില്ലാഹ്, പിന്നെ അള്ളാഹുവിന്റെ ദിക്റിലേക്ക് അവരുടെ ഹൃദയവും അവരുടെ തൊലിയുമൊക്കെ അങ്ങ് തരളിതമായി തീരും എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ച ആ പരിശുദ്ധ ഖുർആനാണ് ഇതിന്റെ പ്രഥമമായ ശേഷി. ലോകത്ത് മനുഷ്യ സമൂഹത്തിന്റെ വെളിച്ചമായി അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കയ്യിലേക്ക് തന്ന ഒരു ഗ്രന്ഥം. എല്ലാ വേദഗ്രന്ഥങ്ങളുടെയും അന്തിമ വേദഗ്രന്ഥം പറഞ്ഞ് മുഴുവൻ വേദഗ്രന്ഥങ്ങളെയും സത്യപ്പെടുത്തിക്കൊണ്ടും ആ വേദഗ്രന്ഥങ്ങളുടെ ഇല്ലായ്മകളെയും പോരായ്മകളെയും പരിഹരിച്ചുകൊണ്ടും ഖദ് ജാഅക്കും മിനല്ലാഹി നൂറും വകിതാബുൻ മുബീൻ, നിങ്ങൾക്കിതാ അള്ളാഹുവിൽ നിന്നുള്ള പ്രകാശം, ആ പ്രകാശം പ്രവാചകനാണ്. വകിതാബുൻ മുബീൻ, വ്യക്തമായ ഗ്രന്ഥവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. യഹ്ദീ ബിഹില്ലാഹു മനിത്തബഅ റിദ്വാനഹു, അള്ളാഹുവിന്റെ പ്രീതിയെ ഫോളോ ചെയ്യുന്ന, പിന്തുടരുന്ന ആളുകൾക്കുള്ള സന്മാർഗം അതിലുണ്ട്. സുബുലസ്സലാം, രക്ഷയുടെ മാർഗമുണ്ട് അതില്. വയുഖ്രിജുഹും മിനൽ-ളുലുമാതി ഇലൻ-നൂരി ബിഇദ്നിഹി, ഈ വെളിച്ചവും ഈ ഗ്രന്ഥവും വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി ആളുകളെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നയിക്കേണ്ട ഗ്രന്ഥമാണിത്. വയഹ്ദീഹിം ഇലാ സിറാത്തിൻ മുസ്തഖീം, അവരെ മുസ്തഖീമായ മാർഗത്തിലേക്ക്, ചൊവ്വായ മാർഗത്തിലേക്ക് വഴി നടത്താൻ വേണ്ടി ലോകത്തിന്റെ മുമ്പിൽ അവതീർണമായ ഗ്രന്ഥം. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കണം, ഒന്നാമത്തെ ശേഷിപ്പിനോട് ഉമ്മത്ത് മുസ്ലിമ കാണിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയും അവജ്ഞയും എത്രത്തോളം ഭീകരമാണ് എന്ന് ആലോചിക്കും. നമ്മുടെ ആത്മാവെന്ന് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ വകദാലിക ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ, നമ്മുടെ റൂഹ്, നമ്മുടെ കൽപ്പനകളുടെ റൂഹിനെ ഇതാ നിങ്ങൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അള്ളാന്റെ കലാമാണല്ലോ നമ്മുടെ കയ്യിലിരിക്കുന്നത്. അത് ആ അർത്ഥത്തിൽ തന്നിരുന്നെങ്കിൽ അത് വാങ്ങാനുള്ള കഴിവ് പോലും നമുക്കുണ്ടാവില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു സംസാരിച്ചു. ആ പ്രകാശവും ആ കലാമും അങ്ങ് കേട്ടപ്പോഴേക്ക് ബോധരഹിതനായി തൂരിസീന പർവ്വതത്തിൽ തകർന്നടിഞ്ഞു വീണു മൂസാ നബി അലൈഹി ഇസ്ലാം. എന്താ കാരണം? അത് താങ്ങാനുള്ള ഒരു പവർ മൂസാ നബിയുടെ ശരീരത്തിന് ഉണ്ടായിരുന്നില്ല. അള്ളാന്റെ കലാമ് നമുക്ക് താങ്ങാൻ കഴിയുന്നതല്ല. പിന്നെ എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ മനുഷ്യന് റീഡബിളായ, വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്, ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റി ലൗഹിൽ മഹ്ഫൂദിൽ സൂക്ഷിക്കുകയും ആ ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് അള്ളാഹുവിന്റെ ജിബ്രീൽ മുഖേന മലായികത്തുകളുടെ അകമ്പടിയോടുകൂടി
അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് നമുക്ക് കൈപ്പറ്റാനും വായിക്കാനും പഠിക്കാനും പറ്റുന്ന രീതിയിലുള്ള ഒരു കലാമായി രൂപപ്പെട്ട് പരുവപ്പെട്ട് വന്നത്. അതാണ് നമ്മുടെ കയ്യിലുള്ളത്. ആരെങ്കിലും ആ ഗൗരവത്തോടെ പരിശുദ്ധ ഖുർആനിനെ കയ്യിലെടുക്കുമ്പോ വിറക്കുന്ന, നേരത്തെ പറഞ്ഞില്ലേ, സുമ്മതലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ല, അള്ളാഹിന്റെ ഹൃദയത്തില് അള്ളാഹിന്റെ ഈ ഗ്രന്ഥം അതങ്ങ് കയ്യിൽ പിടിക്കുമ്പോ ഹൃദയം തരളിതമാകുന്ന ഒരവസ്ഥയിലേക്ക്. ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രം നിങ്ങളോട് ചോദിക്കാം. അള്ളാഹുവിന്റെ കലാം ഓതിയിട്ട് എപ്പോഴെങ്കിലും ഒന്ന് കരയാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? കരയാനുള്ള ഭാഗ്യം ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ സൗദിയിൽ ഹറമിലും മക്കയും മസ്ജിദുൻ നബവിയിലും ഒക്കെയുള്ള ഖിറാഅത്ത് വെച്ചിട്ട് ഇങ്ങനെ കരയും. കാരണം നമുക്ക് കരയാനുള്ള ഭാഗ്യമില്ല. എന്താ കാരണം? ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതെന്താണെന്ന് നമുക്ക് അതിന്റെ ഗൗരവം തിരിഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അറിയില്ല, അതിന്റെ വാചകങ്ങൾ അറിയില്ല, അതിനെക്കുറിച്ച് ഒന്നും നമുക്കറിയില്ല. പിന്നെ നമ്മളെങ്ങനെ കരയാനാ? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്, അവരുടെ ഹൃദയം അങ്ങ് തകർന്നടിഞ്ഞു പോകും, അവരുടെ രോമാഞ്ചമുണ്ടാകും, അവരുടെ ഹൃദയം അങ്ങ് തരളിതമായി പോകും. അത്രയും വിശുദ്ധമായ ഒരു ഗ്രന്ഥമാണ് നിങ്ങൾക്ക് നൽകിയത്, ലോകത്തിന്റെ വെളിച്ചമായ ഗ്രന്ഥം. പ്രവാചകരെ, നിങ്ങൾ അറിയണം, മാ കുന്ത തദ്രീ മൽ കിതാബു വൽ ഈമാൻ, എന്താണ് കിതാബ്, എന്താണ് ഈമാന് എന്ന് നിങ്ങൾക്കറിയാത്ത ഒരു ജാഹിലിയ ഘട്ടം ഈ സമുദായത്തിന് കടന്നുപോയിട്ടില്ലേ, ഈ സമൂഹത്തിന് കടന്നുപോയിട്ടില്ലേ? വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാ, നാം നിങ്ങൾക്ക് അവതരിപ്പിച്ചെന്നു നൂറൻ നഹ്ദീ ബിഹി മൻ നശാ, നാം ഉദ്ദേശിക്കുന്നവരെ ഹിദായത്തിലേക്ക് വഴി നടത്താൻ പറ്റുന്ന ഒരു വെളിച്ചം ഇതാ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. മിൻ ഇബാദിന, നമ്മുടെ അടിമകളിൽ നിന്ന് നാം ഉദ്ദേശിക്കുന്ന ആളുകളെ ഹിദായത്തിലേക്ക് വഴി നടത്തുന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ രോഗത്തിനുമുള്ള ശമനമാക്കി വെച്ച ഒരു ഗ്രന്ഥം. യാ അയ്യുഹന്നാസ് ഖദ് ജാഅക്കും മൗഇദത്തും മിർ റബ്ബിക്കും, നിങ്ങൾക്കിതാ നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശം വന്നിരിക്കുന്നു. വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള സകലമാന രോഗങ്ങൾക്കുമുള്ള ശമനം. അത് ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് അങ്ങ് ഊതുന്നതിനെ കുറിച്ച് മാത്രമല്ല ഈ പറയുന്നത്. ഹൃദയത്തിന്റെ സകലമാന രോഗങ്ങൾക്കുമുള്ള മരുന്ന് അതിലുണ്ട്. ആ മരുന്ന് കൊണ്ട് ചികിത്സിച്ചവരായിരുന്നു ഒരു സമുദായം, അതിലൂടെ കടന്നുപോയ ഒരു സമൂഹം. ആ ഖുർആനെ കുറിച്ചാ പറയുന്നത് ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. മാത്രമല്ല, വിശ്വാസികൾക്ക് റഹ്മത്തിന്റെ മാർഗമായി, സന്മാർഗത്തിന്റെ മാർഗമായി, വഹുദം വറഹ്മത്തൽ ലിൽ ആലമീൻ, സന്മാർഗമായി റഹ്മത്തായിട്ട് ലോകത്ത് അവതരിപ്പിക്കപ്പെട്ട ഒരു ഗ്രന്ഥം. ഈ ഗ്രന്ഥമാണ് നമ്മളിലേക്ക് തന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ 23 കൊല്ലക്കാലം കൊണ്ട്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് അതിന്റെ ഗൗരവം. വാനലോകത്ത് നിന്ന് മലായിക്കത്തിറങ്ങി ജിബ്രീൽ അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ ആകെ കൂടിയുള്ള പണികളിൽ പ്രധാനപ്പെട്ടത് പ്രവാചകന്മാർക്ക് സന്ദേശമെത്തിക്കലാണ്, റിസാലത്തെത്തിക്കലാണ്. ആ റിസാലത്തെത്തിക്കാൻ അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 23 കൊല്ലക്കാലം കൊണ്ട് പല സന്ദർഭങ്ങളിൽ, പല അവസരങ്ങളിൽ ഇറക്കിയ 6000 ചില്ലാനം ആയത്തിറങ്ങിയ അടങ്ങിയ ഒരു മഹത് ഗ്രന്ഥമാണ് നമ്മുടെ ഖുർആൻ എന്ന് പറഞ്ഞ് നമ്മളെ കയ്യിലുള്ളത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഗ്രന്ഥം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് തുടങ്ങിയിട്ട് അള്ളാഹുവിന്റെ ആ പരിശുദ്ധമായ വേദം ചരിത്രത്തിൽ വിപ്ലവം വരുത്തിയ ഗ്രന്ഥം. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, ചരിത്രം 2 ഘട്ടങ്ങളാണ്. ഒന്ന് ഇറാ ഗുഹയിൽ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് അവതരിക്കുന്നതിന്റെ മുമ്പുള്ള ചരിത്രം, ഒരുപാട് പറഞ്ഞ ജാഹിലിയ ചരിത്രം, ഒരുപാട് വേണ്ടാധീനങ്ങളുടെ ഒരു സമൂഹം, എല്ലാം കൂടി അടിഞ്ഞുകൂടിയ ഒരു സമൂഹം. ആ സമൂഹത്തെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, 3 ഡബ്ലികളാണ്. ഒന്ന് വൈനാണ്, ഒന്ന് വിമണാണ്, ഒന്ന് വാറാണ്. അവരുടെ കൂട്ടത്തിൽ തന്നെ പെട്ട തൊറഫത്ത് ബിൻ അബ്ദ് പറയാറുണ്ട്, ജീവിതത്തില് സുന്ദരികളായ സ്ത്രീകളും വൈനും കള്ളുമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്തൊരു ഉഷാറാണുള്ളത്. അവരിൽ പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മരണപ്പെട്ടു പോയാൽ ഒരു മുന്തിരിവള്ളിയുടെ അടിയിൽ ഞങ്ങളെ കുഴിച്ചിടണം, അങ്ങനെയെങ്കിലും ഈ മദ്യത്തിന്റെ ഒരു രുചി ഞങ്ങളുടെ ഖബറുകളിലേക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ കുഴിമാടങ്ങളിലേക്ക് എത്തട്ടെ. ഇങ്ങനെ ജീവിച്ചിരുന്ന ഒരു സമൂഹം ചരിത്രത്തിൽ വിപ്ലവകരമായ മാറ്റത്തിന് വിധേയമായത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്നവരാണ് നമ്മള്. നമുക്കത് പകർത്താൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക? അതൊരു മഹാത്ഭുത കഥകളായി, ഒരു എന്താ പറയാ, കുട്ടികൾക്കൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അത്ഭുത കഥകളായിട്ടാണ് പ്രവാചക ശിഷ്യന്മാരുടെ കഥകള്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ കഥകൾ നമ്മൾ പറയാം. ഇങ്ങനെ മദ്യത്തിൽ മുങ്ങിക്കുളിച്ച സമൂഹം, അവരോട് ഖുർആൻ ചോദിച്ചില്ലേ, ഫഹൽ അൻതും മുൻതഹൂൻ, നിർത്താനായില്ലേ നിങ്ങൾക്ക്, നിർത്താനായില്ലേ നിങ്ങൾക്ക് ഈ മദ്യം? ഇൻതഹൈന, ഞങ്ങൾ നിർത്തി. മറുപടി ഖുർആനോട് അവർ പറയുന്നു, അള്ളാഹിനോടാ പറയുന്നത്, ഇൻതഹൈന,
ഞങ്ങൾ നിർത്തിറപ്പേ. മദീനയുടെ തെരുവീതിയിലൂടെ ചാലിട്ടൊഴുകി മദ്യമെന്നത് ആലങ്കാരികമായ ഭാഷയല്ല. തച്ചു തകർത്ത കുടങ്ങളിൽ നിന്ന് ഒഴുകിയ മദ്യത്തിന് പറഞ്ഞ പേരാണത്. അവിടെ മാത്രമല്ല, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും. സൂറത്തു നൂറിൽ ഹിജാബിന്റെ ആയത്തിറങ്ങിയപ്പോ അവരെ മാറുകൾ മറക്കട്ടെ എന്ന് പറഞ്ഞപ്പോ കിട്ടിയ വസ്ത്രങ്ങളെടുത്ത് വീട്ടിലേക്ക് ഓടി സ്ത്രീകൾ മുഴുവൻ ആ കിട്ടിയ വസ്ത്രങ്ങളെടുത്ത് മാറുമറച്ച ഒരു സമൂഹം. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രിയപ്പെട്ടത് ചെലവഴിക്കുന്നത് വരെ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഗുണം ചെയ്തവരാകുകയില്ല, പുണ്യം ചെയ്തവരാകുകയില്ല എന്ന് പറഞ്ഞപ്പോ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബൈറുഹായ് തോട്ടം, അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ബൈറുഹായ് തോട്ടം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തണല് കൊള്ളാൻ ഇടക്കിടക്ക് പോകുമായിരുന്ന പ്രവാചക പാദങ്ങളാൽ സമ്പുഷ്ടമായ ബൈറുഹായ് തോട്ടം അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, റസൂലെ എനിക്ക് വേണ്ട, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇതാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കൊടുക്കണം എന്നാണല്ലോ അള്ളാഹ് പറഞ്ഞത്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടത് ചെലവഴിക്കണം. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് റസൂലെ നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാം, എന്റെ ഈ തോട്ടമാണ്, അതിന് എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ ആലോചിച്ച് നോക്ക്. പിന്നെ അവരുടെ ചോദ്യത്തിന് മുഴുവൻ മറുപടി പറയുന്നത് ഖുർആനാണ്. വയസ്അലൂനക മാദാ യുൻഫിഖൂൻ. എന്താണ് അവർ ചെലവഴിക്കേണ്ടത് എന്ന് റസൂലെ താങ്കളോട് അവർ ചോദിക്കുന്നു. ഒരു സമൂഹത്തിന്റെ അഡ്രസ് ചെയ്യുന്നു ഖുർആൻ. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തൊരു ഭാഗ്യമാണത്. അവരുടെ വാചകങ്ങളെ ഖുർആൻ അഡ്രസ് ചെയ്യാൻ, ഖുർആൻ എടുത്തുദ്ധരിക്കാൻ, ലോകത്ത് ഉടനീളം പാരായണം ചെയ്യുന്ന ഒരു ഗ്രന്ഥത്തിൽ ജീവിത ശൈലി മാറ്റിയ, വിപ്ലവകരമായ മാറ്റത്തിന് നാന്ദി കുറിച്ച, വിപ്ലവകരമായ ജീവിത രീതി കൊണ്ട് സമൂഹത്തെ അത്ഭുതപ്പെടുത്തിയ പ്രവാചക ശിഷ്യന്മാരുടെ വാക്കുകൾ പരിശുദ്ധ ഖുർആൻ എഴുതി വെക്കുകയാണ്. വയസ്അലൂനക മാദാ യുൻഫിഖൂൻ. എന്ത് ചെലവഴിക്കണമെന്ന് അവർ ചോദിക്കുന്നു. വയസ്അലൂനക അനിൽ അഹില്ല. ചന്ദ്രന്റെ വൃദ്ധിക്ഷയത്തെ കുറിച്ച് അവർ താങ്കളോട് ചോദിക്കുന്നു. വയസ്അലൂനക അനിൽ ശഹ്രിൽ ഹറാം. പവിത്രമായ മാസങ്ങളെ കുറിച്ച് റസൂലെ താങ്കളോട് അവർ ചോദിക്കുന്നു. ഓരോ ആയത്തുകളെയും പെറുക്കി സ്വന്തം ജീവിതത്തിലേക്ക് എടുത്തു വെച്ചു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ അദ്ദേഹം ഒരു വചനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, കുന്നാ ലാ നതജാവസ് അശ്റ ആയാത്തിൻ. ഖുർആനിലെ 10 ആയത്തുകൾ ഞങ്ങൾ പഠിച്ചാൽ ആ ആയത്ത് വിട്ട് 11ാമത്തേതിലേക്ക് ഞങ്ങൾ പോകൂല. ഹത്താ നതഅല്ലമുഹുന്ന. ഞങ്ങൾ അതിനെ പൂർണ്ണമായി പഠിച്ച് വനഅമലു ബിഹിന്ന, അതനുസരിച്ച് പ്രവർത്തിച്ച്, വനഅലമു ഹലാലഹുന്ന വഹറാമുഹുന്ന, അതിന്റെ ഹലാലും ഹറാമും എന്താണെന്ന് മനസ്സിലാക്കി, ഫഊതീനൽ ഇൽമ വൽ അമല, അതനുസരിച്ചുള്ള ജ്ഞാനവും പ്രവൃത്തിയും ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടല്ലാതെ അടുത്ത ആയത്തിലേക്ക് നമ്മൾ പോവില്ല. ഇങ്ങനെ ജീവിതത്തിന്റെ നെഞ്ചകത്തേക്ക് ഖുർആനിനെ എടുത്തു വെച്ച ഒരു സമൂഹം. അള്ളാഹിന്റെ റസൂല് മരണപ്പെട്ടു പോയി. ആ മരണപ്പെട്ടു പോയതിന്റെ ശേഷവും ഈ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സഞ്ചരിക്കുന്ന ഖുർആനുകൾ നടന്നു ചെന്നതിന്റെ ഫലമാണ് ഞാനും നിങ്ങളുമൊക്കെ ഈ പള്ളിയിൽ ഇരിക്കുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കൻ രാജ്യങ്ങളും ഇസ്ലാമിന്റെ കുടക്കീഴിലേക്ക് വാൾത്തലപ്പ് കൊണ്ടല്ല കൂടുതൽ വന്നത്. അത് അടിയന്തിരമായ ഘട്ടങ്ങളിൽ മാത്രം, നിർണായകമായ സന്ദർഭങ്ങളിൽ മാത്രം ഉണ്ടായതാണ് ഇസ്ലാമിലെ യുദ്ധം. പലരും പ്രചരിപ്പിക്കുന്നത് പോലെ വാൾത്തലപ്പ് കൊണ്ട് എവിടെയും ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടില്ല. അങ്ങനെ പ്രചരിപ്പിക്കാനും അല്ലാഹ് പറഞ്ഞിട്ടില്ല. മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക് ഒഴുകുന്ന വാക്കുകളിലൂടെ രൂപപ്പെടേണ്ട, ഹൃദയത്തിൽ രൂപപ്പെട്ടു വരേണ്ട ഒരു വിശ്വാസ സംഹിതയെ കുറിച്ചാണ് ഇസ്ലാം സംസാരിച്ചത് മുഴുവൻ. 4, 3, 5, 7 ആളുകള് ഒരു പ്രദേശത്തേക്ക് പോകുന്നു. അവരെ കയ്യിൽ ഖുർആനിന്റെ ഒറ്റ കോപ്പിയില്ല. അന്ന് ഖുർആൻ എഴുതിയിട്ടില്ല. എഴുതി വെച്ചത് തോലുകളിലും എല്ലുകളിലും അല്പാൽപമായിട്ടാണ്. പൂർണ്ണമായ കാമിലായ ഒരു ഖുർആനിന്റെ ഗ്രന്ഥരൂപമില്ല. അത് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്താണ്. പിന്നീട് അത് പകർത്തി എഴുതി ഉമർ ഇബ്നു ഖത്താബിന്റെ കാലത്താണ്. സഞ്ചരിക്കുന്ന ഖുർആനുകൾ മതി, അതിലൊന്ന് മതിയായിരുന്നു ഒരു നാട് മുഴുവൻ അള്ളാഹുവിന്റെ ദീനിലേക്ക് വരാൻ. ആ ശേഷിപ്പാണ് അവരെടുത്തത്. അതുമായിട്ടാണ് ജീവിതത്തിൽ ഉടനീളം ആ രീതിയിലാണ് അവർ ഖുർആനിനെ കണ്ടത്. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം വേഷപ്രച്ഛന്നനായിട്ട് നടക്കുമ്പോ ഒരു ദിവസം, അദ്ദേഹത്തിന്റെ വേഷപ്രച്ഛന്നനായി നടക്കൽ ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഒരു ദിവസം ഒരു വഴിയിലൂടെ നടക്കുമ്പോ ഒരു വീടിന്റെ ഉള്ളിൽ നിന്ന് സൂറത്ത് തൂറിലെ ഇന്ന അദാബ റബ്ബിക ലവാഖി മാ ലഹു മിൻ ദാഫിയ, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമാണ് കേട്ടോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. ഇതിങ്ങനെ കേൾക്കാ വീട്ടിനുള്ളിൽ. ഇത് കേട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീഴുന്നു. 2 ആഴ്ചയോളം പനി പിടിച്ചു കിടന്നു എന്നാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പല സന്ദർഭത്തിലും അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ കഴിയുമായിരുന്നില്ല. കരഞ്ഞ് 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 ആ ആയത്തുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അദ്ദേഹം നിൽക്കുന്ന സന്ദർഭം പരിശുദ്ധ പ്രവാചക ശിഷ്യന്മാരുടെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഒന്നും രണ്ടും സംഗതികളല്ല. പിന്നീട് നിങ്ങൾ നോക്ക്, ആ ശേഷിപ്പിന്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാ. അള്ളാഹിന്റെ റസൂൽ ഇവിടെ വിട്ടേച്ചു പോയ ശേഷിപ്പിന്റെ അത്ഭുതം ലോകം മഹാവിസ്ഫോടനത്തിന് കാരണമായി. വൈജ്ഞാനിക വിസ്ഫോടനം. ജാഹിലിയ യുഗം എന്ന് പേരെഴുതി വെച്ച ഒരു സമൂഹം വിജ്ഞാനത്തിന്റെ തമ്പുരാക്കന്മാരായി കാണുന്നതാണ് പിന്നീട് നമ്മൾ ലോകത്ത് കണ്ടത്. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വൈജ്ഞാനിക വിദഗ്ധരായ ശാസ്ത്രജ്ഞന്മാര്, വൈദ്യശാസ്ത്രജ്ഞന്മാര്, ഗോളശാസ്ത്രജ്ഞന്മാര്, ലോകത്തിന്റെ തമ്പുരാക്കന്മാരായി മാറിയ ഒരു സമൂഹം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ 17-ാം നൂറ്റാണ്ട് വരെ അന്ധകാരത്തിലായിരുന്ന യൂറോപ്പ്, വെളിച്ചമില്ലാതെ അലഞ്ഞിരുന്ന യൂറോപ്പ്, പെണ്ണുങ്ങൾക്ക് ഹൃദയമുണ്ടോ എന്ന് ടെസ്റ്റ് നടത്തി പരിശോധന നടത്തിയിരുന്ന യൂറോപ്പ്, അതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊറദോവയുടെയും ഇറാഖിന്റെയും അതുപോലെയുള്ള മുസ്ലിം നാടുകളിൽ ലക്ഷക്കണക്കിന് പുസ്തകങ്ങളുള്ള ലൈബ്രറികളും ഇന്നും ലോകം ചർച്ച ചെയ്യുന്ന ഇബ്നു സീനയെയും ഫാറാബിയെയും അതുപോലെയുള്ള പ്രഗത്ഭരായ ആളുകളുടെ വൈദ്യശാസ്ത്രജ്ഞന്മാരെയും ഗോളശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ സംഭാവന ചെയ്യാൻ ഒരു സമൂഹത്തിന് സാധിച്ചത് ഇതേ ശേഷിപ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. ആ ശേഷിപ്പേ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. വേറെ അവർ അള്ളാഹിന്റെ റസൂലിന്റെ വേറെ വല്ലതുണ്ടോ എന്ന് അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്നിട്ടില്ല. കിട്ടിയതിനെ മുറുകെ പിടിച്ചു അവര്. അന്ന് യൂറോപ്പ് ഒന്നുമല്ലാതിരുന്നു. അതുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളിലേക്ക് യൂറോപ്യൻ ശക്തികൾ കടന്നുകയറ്റം നടത്തിയപ്പോ ആദ്യം അവർ ചുട്ടുകരിച്ചത് അവിടുത്തെ ലൈബ്രറികളാണ്, അവിടുത്തെ ഗ്രന്ഥശാലകളാണ്. കാരണം അവർക്കറിയാമായിരുന്നു ഈ സമൂഹത്തെ പൊളിക്കണമെങ്കിൽ, ഇല്ലാതാക്കണമെങ്കിൽ അവരുടെ വൈജ്ഞാനികമായ മേധാവിത്വം അവസാനിപ്പിക്കണം. അതുകൊണ്ടാണ് ഒരു ചരിത്രകാരൻ എടുക്ക പറഞ്ഞത്, ലോകം മുഴുവൻ ഉറങ്ങിയപ്പോൾ മുസ്ലിങ്ങൾ ഉണർന്നിരുന്നു. പക്ഷേ ലോകം മുഴുവൻ ഉണർന്നപ്പോഴേക്കും മുസ്ലിങ്ങൾ ഉറങ്ങി. അവരിപ്പോ തിരുശേഷിപ്പും തേടി ഇങ്ങനെ നടക്കുകയാണ്, എന്തെങ്കിലും കിട്ടുമെന്ന്. ഉള്ള സാധനം കയ്യിൽ വെച്ചിട്ട് അതിന്റെ വിലയറിയാതെ ജീവിക്കുന്ന ഒരു സമൂഹം. അവരെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂറത്ത് ത്വാഹയിൽ ഓതി വെച്ച ആയത്ത് പ്രസക്തമാകുന്നത്. എന്തേ മുസ്ലിം സമൂഹം ഇങ്ങനെ ആയി? എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നു, പ്രയാസപ്പെടുത്തുന്നു? എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഭക്ഷണ തളികയിലേക്ക് കൈനീട്ടിയിട്ട് ശത്രുക്കൾ എങ്ങനെ പിടിച്ചു വലിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ സമൂഹം നാലുപാട് നിന്ന് ആക്രമിക്കപ്പെടുന്നു എന്നതിന്റെ ഉത്തരം തേടി ലോകത്ത് എവിടെയും പോകണ്ട, മറിച്ചു നോക്കണം. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ത്വാഹയിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. എന്റെ ഈ ദിക്റിൽ നിന്ന്, എന്റെ ഈ ഖുർആനിൽ നിന്ന്, എന്റെ ഈ സരണിയിൽ നിന്ന് ആരെങ്കിലും പിറകോട്ട് പോയാൽ അവന് നാം നൽകുക വളരെ കുടിസായ ജീവിതമാണ്. മാത്രമല്ല ദുനിയാവ് കൊണ്ട് തീരൂല സംഗതി. നാളെ അന്ധനായിട്ട് അവനെ പരലോകത്ത് നാം ഉയർത്തെഴുന്നേൽപ്പിക്കും. ഖാല റബ്ബി ലിമ ഹശർതനി, റബ്ബേ നീ എന്തിനാ എന്നെ അന്ധനാക്കിയത്, ഉയർത്തെഴുന്നേൽപ്പിച്ചത്? വഖദ് കുന്തു ബസീറ, ഞാൻ നല്ല കാഴ്ചയുള്ളവനാണല്ലോ, കണ്ണട പോലും വേണ്ടായിരുന്നു അവിടെ, അങ്ങനെ കണ്ടിരുന്നവനാണല്ലോ ഞാൻ ദുനിയാവില്. ആ രീതിയിലല്ലേ നീ പരലോകത്ത് പുനർജീവിപ്പിക്കുമെന്ന് പറഞ്ഞത്? ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹ, കാര്യമൊക്കെ ശരിയാണ്, പക്ഷെ എന്റെ ദൃഷ്ടാന്തങ്ങൾ നിന്റെ അടുക്കലേക്ക് വന്നപ്പോ ഫനസീതഹ, നീ അതിനെ മറന്നു. വകദാലികൽ യൗമ തുൻസാ, ആ രീതിയിൽ ഞാനിപ്പോ തൽക്കാലം നിന്നെയാണ്ട് മറക്കാണ്. ആലോചിച്ച് നോക്ക്, ഇതല്ലേ യഥാർത്ഥത്തിൽ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അള്ളാഹുവിന്റെ ഈ പരിശുദ്ധ വേദഗ്രന്ഥം 3 രീതിയിൽ നമ്മൾ അതിനെ കൈകാര്യം ചെയ്യണമായിരുന്നു. അതിലൊന്ന് അതിന്റെ ഖിറാഅത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ പരലോകത്ത് അള്ളാഹുവിനോട് പറയുമെന്ന് ഖുർആൻ പറഞ്ഞ ഒരു വാചകമുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എല്ലാരും പേടിക്കേണ്ട ഒരു പറച്ചില. അള്ളാഹുവേ, എന്റെ ഈ സമുദായമുണ്ടല്ലോ, അവർ ഖുർആനിനെ പരിഹാസ്യമായി കണ്ടു, അവരതിനെ ഗൗരവത്തെടുത്തില്ല, അവര് വേറെന്തൊക്കെയോ തെരഞ്ഞെടുക്കായിരുന്നു. മാണിക്യം കയ്യിൽ വെച്ചിട്ട് അത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന ഒരു സമൂഹമാണ് റബ്ബേ ഇവര്. ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ, അതിനെ അങ്ങേയറ്റം നിസാരമായിട്ട് പരിഹാസ്യമായിട്ട് കണ്ടു അവര്. ഞാൻ പറയുന്നത്, ഒന്ന് ഖുർആനെ നന്നായിട്ട് പാരായണം ചെയ്യുക. ഇഖ്റഉൽ ഖുർആന ഫഇന്നഹു യഅതി യൗമൽ ഖിയാമത്തി ശഫീഅൻ ലിഅസ്ഹാബിഹി. ഖുർആൻ പാരായണം ചെയ്യണം. അത് പാരായണം ചെയ്യുന്ന ആൾക്ക് നാളെ അത് അള്ളാഹുവിന്റെ ശുപാർശക്ക് വേണ്ടി പരലോകത്ത് വരും. മല്ലം യഖ്റഉൽ ഖുർആന ഫഖദ് ഹജറു.
ഖുർആൻ പാരായണം ചെയ്യാത്ത ആളെക്കുറിച്ച് മിണ്ടാട്ടല്ല, അവൻ എല്ലാം നഷ്ടപ്പെട്ടവനാണ്. യുഖാലു ലി സാഹിബിൽ ഖുർആൻ, ഖുർആനിന്റെ അഖിലുകാരോട് പറയും, ഇഖ്റഇ കമാ തറത്തിൽ ഫി ദുനിയ, നിങ്ങൾ ഓത്, പാരായണം ചെയ്യ്, ദുനിയാവിൽ നിങ്ങൾ ഓതിയിരുന്നത് പോലെ ഒന്ന് പാരായണം ചെയ്യ്. ഫഇന്ന മൻസലക ഇൻദ ആഖിരി ആയത്തിൻ തഖറഉഹ, ഇവിടെ നിങ്ങളെ സ്ഥാനം നിങ്ങൾ അവസാനം ഓതി വെച്ച ആയത്തുണ്ടല്ലോ, ആ ആയത്തിന്റെ കൂടെയാണ് പരലോകത്ത് നിങ്ങൾ ഉണ്ടാവുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. പാരായണം ചെയ്യണം നന്നായിട്ട്. ഖുർആൻ ഒരു ദിവസമെങ്കിലും ഓതാത്ത ഒരാളും നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാകരുത്. ഒരു വീടും ഉണ്ടാകരുത്, ഒരു മക്കളും ഉണ്ടാകരുത്, ഒരു ഭാര്യയും ഉണ്ടാകരുത്, ഒരു കുടുംബവും ഉണ്ടാകരുത്. അള്ളാന്റെ ആയത്തുകളിൽ നിന്ന് ഒരു സ്വല്പമെങ്കിലും ഒരു ദിവസത്തിൽ ഓതാത്ത ആരും ഉണ്ടാകരുത്. രണ്ടാമത്തത്, ഓതാൻ വേണ്ടി മാത്രമല്ലോ ഇത്. അഫലാ യതദബ്ബറൂനൽ ഖുർആന അമ്മലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അല്ല മൂടി വെച്ച ഹൃദയങ്ങളാണോ അവർക്കുള്ളത്? പരിശുദ്ധ ഖുർആനാ ചോദിക്കുന്നത്. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൻ, വിശുദ്ധമായ ഒരു ഗ്രന്ഥം ഇതാ പ്രവാചകരെ താങ്കൾക്ക് നാം അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിക്കണം. വലിയതദക്കറ ഉലുൽ അൽബാബ്, ചിന്തയുള്ള ബുദ്ധിയുള്ള ആളുകൾക്ക് സ്മരണയ്ക്ക് വേണ്ടി, കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി ഇറക്കപ്പെട്ട ഗ്രന്ഥാണിത്. ജീവിതത്തില് സൂറത്തുൽ ഫാത്തിഹയുടെ പോലും അർത്ഥം അറിയാതെ പോയില്ലേ നമ്മളെ കുറെ മനുഷ്യന്മാര്? ദിവസത്തിൽ 17 തവണ ഓതുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാതെ മരണപ്പെട്ടു പോയില്ലേ നമ്മളെ കുറെ മനുഷ്യന്മാർ? അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. നമ്മളും ആ കൂട്ടത്തിലാണോ ഇനി പോകാൻ നിൽക്കുന്നത്? നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കണം. നാളെ അള്ളാഹിന്റെ ഈ ഖുർആൻ നമുക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ പരലോകത്ത് സാക്ഷി നിൽക്കുക? അതുകൊണ്ട് ഖുർആൻ പഠിക്കണം. ലോകത്തിലെ ഏറ്റവും നല്ല മരണം എന്താണെന്നറിയുന്നത്? ഒരു ഖുർആൻ വിദ്യാർത്ഥിയായിരിക്കെ ഭൂമിയിൽ നിന്ന് മരണപ്പെടുക. അയാളെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നമ്മളിങ്ങനെ പറയും, കഴിഞ്ഞ ആഴ്ചയും ഖുർആൻ സ്റ്റഡിക്കുണ്ടായിരുന്നു, അദ്ദേഹം സൂറത്തിൽ ബഖറ പഠിക്കാൻ, സൂറത്ത് യാസീൻ പഠിക്കാൻ അദ്ദേഹം ഉണ്ടായിരുന്നു, ഈ ആഴ്ച കണ്ടില്ലേ അദ്ദേഹം പോകുന്നത്? അവസാനം പഠിച്ച ആയത്തിന്റെ കൂടെയാണ് നാളെ മഹ്ശറയിൽ ഉണ്ടാവുക എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് പഠിക്കണം ഖുർആൻ. അതിനൊരു ന്യായവുമില്ല, ഒരു ന്യായവുമില്ല. ഭാഷ പ്രശ്നമല്ല, നമ്മുടെ വിവരക്കുറവ് പ്രശ്നമല്ല, അതൊന്നും അള്ളാന്റെ മുമ്പിലാണല്ലോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും, നമുക്ക് ആർക്കെങ്കിലും റബ്ബിന്റെ മുമ്പിൽ വന്ന് ചെന്നിട്ട് ഒരു മഅ്ദറത്ത് പറയാനുണ്ടെങ്കിൽ, ഒരു ന്യായം പറയാനുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു പേടിയില്ല. ഇല്ലെങ്കിൽ പഠിക്കണം. റബ്ബെ ഞാൻ പഠിച്ചിട്ടില്ല എന്നത് റബ്ബിന് തിരിയുന്ന ഒരു മഅ്ദറത്ത്, ഒരു ന്യായം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പേടിയില്ല. അവര് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അല്ലാത്തവരൊക്കെ പഠിക്കണം കേട്ടോ. അള്ളാന്റെ ഈ കലാമ് അതിനു വേണ്ടി അവതരിപ്പിക്കപ്പെട്ടതാണ്. മൂന്നാമത് അതിന്റെ ഹിഫ്ളാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റുന്ന, മനഃപ്പാടമാക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥം ഉണ്ടെങ്കിൽ അത് ഖുർആൻ മാത്രമാണ്. നിങ്ങൾ നോക്ക്, ഭഗവത്ഗീത പഠിച്ച എത്ര ആൾ, കാണാതെ മുഴുവൻ പഠിച്ച എത്ര ആൾ നിങ്ങൾക്കറിയാം? ബൈബിള് കാണാതെ മുഴുവൻ പഠിച്ച ഒരാളും ഞാനിതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ലക്ഷക്കണക്കിന് മനുഷ്യർ പരിശുദ്ധ ഖുർആൻ ഓരോ വർഷവും ലക്ഷക്കണക്കിന് മനുഷ്യർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് സംഭവിക്കുന്നത്? അള്ളാഹിന്റെ കലാമ് ഹൃദയത്തിൽ നിൽക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു സംഗതി കൂടിയാണ്. നിൽക്കണമെങ്കിൽ പക്ഷെ ആ വൃത്തിയിലും വെടുപ്പിലും ഖുർആന് ഹൃദയത്തിൽ ഉണ്ടാവണമെന്ന് മാത്രം. ഹിഫ്ളും ഉണ്ടാകണം. വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതാണ് ഒന്നാമത്തെ ശേഷിപ്പ്. രണ്ടാമത്തെ ശേഷിപ്പ് അള്ളാഹിന്റെ റസൂല് തന്നെ പറഞ്ഞു. ആ പറഞ്ഞതിൽ തന്നെയുണ്ട് സുന്നത്തി റസൂലിഹി, എന്റെ പ്രവാചകന്റെ ചര്യ. മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനി, എന്റെ സുന്നത്തിനെ ആര് ഇഷ്ടപ്പെടുന്നുവോ അവൻ എന്നെ ഇഷ്ടപ്പെട്ടവനാണ്. വമൻ അഹബ്ബനി കാന മഈ ഫിൽ ജന്ന, എന്നെ ആര് ഇഷ്ടപ്പെടുന്നുവോ അവൻ എന്റെ കൂടെ നാളെ സ്വർഗത്തിലാണ്. എന്താ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മാ വറദ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിൽ നിന്ന് വന്ന എല്ലാ കാര്യങ്ങളും, മിൻ അഖ്വാലിൻ ഔ അഫ്ആലിൻ വ തഖാരീരിൻ, പ്രവാചകന്റെ വാക്ക്, പ്രവൃത്തി, അനുവാദം, ഇത് മൂന്നും ഉൾക്കൊള്ളുന്ന, വിശദാംശങ്ങളോടുകൂടി ഉൾക്കൊള്ളുന്ന ആ ഒരു സുന്നത്ത്. നമ്മൾ സാധാരണ സുന്നത്തെടുത്തോ എന്ന് ചോദിക്കുന്ന ആ സുന്നത്തല്ല, അത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ്. അത് കർമ്മശാസ്ത്ര മേഖലയിലെ സാങ്കേതികമായ ഒരു പദാവലിയാണ്. ഫർള്, വാജിബ്, ശുറൂത്ത്, അതിന്റെ കൂടെയുള്ളതാണ് സുന്നത്ത്. നമ്മൾ ആകെ തെറ്റിദ്ധരിച്ചത് ഈ സുന്നത്താണ്, ആ സുന്നത്ത് എന്നല്ല. ഇപ്പറയുന്ന സുന്നത്ത് അള്ളാഹിന്റെ റസൂലിന്റെ മുഴുവൻ ചര്യയാണ്. അത് അനുധാവനം ചെയ്യണമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ ഖുർആനാണ്. ആരെങ്കിലും അള്ളാഹിന്റെ റസൂൽ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനനുസരിച്ചു. ആരെങ്കിലും അതിൽ നിന്ന് പിറകോട്ട് പോയാൽ റസൂലെ താങ്കൾ പേടിക്കണ്ട, ഇവരെ സംരക്ഷണമൊന്നും താങ്കൾ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല
ഒരുപാട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. മൻ യഅസില്ലാഹ വ റസൂലഹു ഫഖദ് വല്ല വലാലൻ മുബീന. ആരാണ് അല്ലാഹുവിന്റെ റസൂലിനെ ധിക്കരിച്ചത്, അവൻ അങ്ങേയറ്റത്തെ വഴികേടിലേക്ക് പോയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ശേഷിപ്പുകൾ തേടിയിട്ട് എവിടെയും യാത്ര ചെയ്യണ്ട, എങ്ങോട്ടും പോകണ്ട. നമ്മുടെ കയ്യിലുണ്ട്, നമുക്കത് നൽകിയിട്ടുണ്ട്. അത് വെച്ച് മുന്നോട്ട് പോകണമെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീൻ അജ്മഈന യാ റബ്ബൽ ആലമീൻ.